സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് അല്ലാതെ വേറെ ഇവിടുത്തെ അസൗകര്യങ്ങളുടെ കൊണ്ടോ അല്ലെ നമ്മുടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൊണ്ടോ അല്ല പോകുന്നത്. ഷാലുവിന്റെ ബ്രദറിന് ഒരേ നിർബന്ധം മാതായി കൊണ്ടുപോയി ചെയ്യണം. അങ്ങനെയാണ് പോസ്റ്റ് ചെയ്ത് ഇംപ്ലാന്റ് വരെ കുറിച്ച് കൊടുത്ത ഷാലു തന്നെ പറയും. അതാണ് സംഭവിച്ചിരിക്കുന്നത്. അവിടെ ട്രീറ്റ്മെന്റ് നേരത്തെ എന്തുകൊണ്ട് ചെയ്തില്ല എന്നൊരു ഇതുണ്ട്. പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റുകയില്ല. ചിലപ്പോൾ അതിലും വലിയ കോംപ്ലിക്കേഷൻസ് കാലം ഉണ്ടാകും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ. സ്കിൻ ക്ലോസ് ചെയ്യാൻ പറ്റുകയില്ല. ഇത് ചെയ്ത ഡോക്ടർ രാജേഷ് തന്നെയല്ലേ പറയും, കൊമളയുണ്ട്, കൊമള കരിയാതെ ചെയ്യുകയില്ല എന്ന് ഞാൻ പറഞ്ഞു. ഓരോ ദിവസം അഴിച്ചു നോക്കി തുറന്നു വെച്ച് കൊമള സബ്സൈഡ് ചെയ്ത് ചെയ്യാവുന്ന ഒരു കണ്ടീഷനായി അറ്റ് ഏർലിയസ്റ്റ് പോസ്റ്റ് ചെയ്ത് അന്ന് രാവിലെ ഒരു വ്യാഴാഴ്ച പോസ്റ്റ് ചെയ്ത് വെള്ളിയാഴ്ചത്തേക്ക് പോസ്റ്റ് ചെയ്യുന്ന എന്റെ ഓർമ്മ. ഞാൻ തിരിച്ച് ഓഫീസിൽ വന്ന് 2-3 പേഷ്യന്റ് നോക്കി കഴിഞ്ഞപ്പോൾ ഷാലുവിന്റെ ഫാദർ വന്ന് പറഞ്ഞു, ഇങ്ങനെ തന്നെയാ പറഞ്ഞു, ഷാലുവിന്റെ ബ്രദർ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഷാലുവിന്റെ ബ്രദറിന് ഒരേ നിർബന്ധം. അവിടെ രാജേഷിന്റെ ക്ലാസ്മേറ്റ് ആണെന്ന് വരെ എന്നോട് പറഞ്ഞു. ഷാലുവിന്റെ ബ്രദർ ഒന്നും എനിക്കറിയത്തില്ല, അങ്ങനെ തന്നെ എന്നോട് പറഞ്ഞു. രാജേഷിന്റെ ക്ലാസ്മേറ്റ് ആണ്, അതുകൊണ്ട് രാജേഷിനെ കൊണ്ട് ജയിക്കാൻ കൊണ്ടുപോകും. ഇതാണ് ഷാലുവിന്റെ ഫാദർ എന്റെ അടുത്ത് പറഞ്ഞത്. പ്ലാന്റും കുറിച്ചോട് ഇതെല്ലാം ഫിക്സ് ചെയ്തത്. നെക്സ്റ്റ് ഡേ തന്നെ ഉണ്ടായി. നെക്സ്റ്റ് ഡേ തന്നെ ഷാലുവിന് എല്ലാ കൺസിഡറേഷൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അത് ചെയ്ത് ഇൻസെഷൻ ഇട്ട് കൊണ്ട് ക്ലോസ് ചെയ്യാൻ പറ്റിയില്ല. ഒരു 0 hour സർജറി എന്ന് പറയും. അതായത് വിത്തിൻ 6 hours. 6 hours ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സ്വെല്ലിംഗ് സബ്സൈഡ് ഓൾ യു ക്യാൻ ജസ്റ്റ് റെഫർ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സ്. ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. ഈസ് ഐഡിയൽ. ഒരു വിത്തിൻ 6 hours സ്വെല്ലിംഗ് ഡെവലപ്പ് ചെയ്യാൻ. പിന്നെ ഈ ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ കൊണ്ടൈൽ ഫ്രാക്ചർ, കിബിൽ കൊണ്ടൈൽ ഒരു 3 മണിക്കൂറിൽ സ്വെല്ലിംഗ് ഡെവലപ്പ്. 3 മണിക്കൂറിൽ അതിൽ കൂടി ഇൻസെഷൻ ഉണ്ട്. പിന്നെ നമ്മള് കമ്പാർട്ട്മെന്റ് സിൻഡ്രോം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, രക്തോട്ടം കുറഞ്ഞു പോകുന്നത്. അതൊക്കെ ഉണ്ടെങ്കിൽ തുറന്ന് തയ്ക്കാതെ കീറിടുക ചെയ്യുക ഒരാഴ്ചത്തേക്ക്. അപ്പൊ അങ്ങനെയുള്ള ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ട് അത് ചെയ്തു കഴിഞ്ഞാൽ. ഐഡിയൽ 1 week കഴിഞ്ഞ് ചെയ്യാന്നുള്ളതാണ്. ആ രീതിയിലാണ് പോസ്റ്റ് ചെയ്തത്. അല്ലെ ഷാലു ഇവിടെ ഉണ്ടല്ലോ, ഷാലു പറയട്ടെ. ഷാലു ഇവിടെ ഉണ്ടല്ലോ, ഷാലു എന്തെങ്കിലും. അതായത് ഈ ഒരു മെഡിക്കൽ കോളേജിലെ ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് എല്ലാവർക്കും ചികിത്സ കൊടുക്കുകയും മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുകയും ചെയ്യുന്ന ആൾ വേറെ യാതൊരു ദുരുദ്ദേശമോ ദുഷിലാക്കോ മറ്റു പരിഗണനകളോ ഇല്ലാതെ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ടും അദ്ദേഹത്തിന് പറ്റുന്ന അഭിപ്രായം പറഞ്ഞു. അപ്പൊ ആ അഭിപ്രായം അല്ല അദ്ദേഹം നേരത്തെ പറഞ്ഞ ബോധപൂർവ്വം ആരെങ്കിലും കൊണ്ട് പറഞ്ഞ സംവിധാനം ഇല്ല. പിന്നെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. അങ്ങനെ നമ്മൾ അല്ല ബോധപൂർവ്വം പറയുന്നത് നമ്മൾ പല പ്രാവശ്യം ചോദിച്ചു. പിന്നെ ഉള്ളത് രോഗിക്ക് എവിടെ ചികിത്സിക്കുന്ന രോഗിയെ സംബന്ധിക്കുക പറഞ്ഞ മനസ്സിലായി. അപ്പം രോഗിയുടെ കൂട്ടിരിപ്പുകാരോ ചുറ്റുമുള്ളവർ എന്ത് ഉപദേശം കൊടുക്കുന്നതൊക്കെ അറിയാം. നമ്മുടെ ഭാഗത്തു നിന്ന് പിന്നെ ഒരു കാര്യമുണ്ട്, ട്രസ്റ്റ് ആണല്ല വിശ്വാസം. ട്രസ്റ്റ് എവിടെ നഷ്ടപ്പെടുന്നു അവിടെ പരാജയമാണ്. ഇപ്പൊ നമ്മുടെ ഡോക്ടർമാരുടെയോ സ്ഥാപനത്തിന്റെയോ അത് ഞാൻ സമ്മതിച്ചു. പിന്നെ അതായത് നമ്മളിത് പറഞ്ഞു വിടുകയോ അല്ലെങ്കിൽ ജാഗ്രത പുലർത്താതിരിക്കുകയോ ചെയ്തു എന്നുള്ളത് അത് ബുദ്ധിമുട്ടാണ്. അത് പറഞ്ഞ രോഗിക്ക് എവിടെ വേണമെങ്കിലും ചികിത്സിക്കാം. അത് ഞാനും തോമസ് സാറും നമ്മുടെ മുരുകൻ ബാബു സാറും രാജേഷ് സാറും ജിജോ സാറും ഒക്കെ ഉണ്ട്. അത് നമ്മുടെ പ്രൈവറ്റ് സെക്ടറിലാണെങ്കിൽ പോലും ഞങ്ങൾ മിക്കവാറും എല്ലാവരും ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന പ്രൈവറ്റ്. പക്ഷേ ഇങ്ങനത്തെ ചില ഫ്രാക്ചേഴ്സ് ഉണ്ട് വെയിറ്റ് ചെയ്തിട്ടേ ചെയ്യാം. ഈ സാർ പറഞ്ഞ എന്റെ സാറാണ്. അപ്പൊ ഈ പറഞ്ഞ ഈ കുട്ടർ തൊട്ട് താഴെയുള്ളത് അത് പല കഷ്ണങ്ങളായി കഴിഞ്ഞാൽ എല്ലാവർക്കും ബ്ലീഡിങ് തുറന്നു കഴിഞ്ഞാൽ അടയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യും. അതുപോലെ തന്നെ ഉപ്പൂറ്റിയുടെ ഇപ്പൊ ഇങ്ങനെ 1-2 ഞങ്ങൾ വെയിറ്റ് ചെയ്ത് അത് ഒരുപാടേ പറയും. എല്ലാവരും ചെയ്യണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഈ 6 മണിക്കൂർ കഴിഞ്ഞാൽ മിക്കവാറും പലരും വീണിട്ടൊക്കെ എല്ലാം റെഡിയായി വരുന്നത്. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാവും. അതുകൊണ്ട് ചെയ്യാത്ത ഇതേ കേസ് ആദ്യമായിട്ട് എന്റെ അടുത്ത് മാതൃകയോട് ഡയറക്റ്റായിട്ട് ചെയ്തതിൽ തന്നെ സംഭവിക്കും. ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് ഫ്ലക്സ് വന്നതിനെങ്കിൽ ഇൻഫെക്ഷൻ വരും. ക്ലോസ് ചെയ്യാൻ പാടില്ല. അതിനേക്കാൾ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, മെഡിക്കൽ കോളേജിലാകുമ്പം അതായത് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന പോലെ താത്വികമായിട്ടുള്ള കാര്യം ചെയ്യാം. സ്വകാര്യ ആശുപത്രി പ്രായോഗികമായിട്ടുള്ളത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം മുരുകൻ ചെയ്തില്ല വേറൊരാൾ ചെയ്യും. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്. അതായത് ആ ഒരു പ്രശ്നം വരുന്നത് ഇവിടെ സാങ്കേതികവും നൈതികവുമായിട്ടുള്ള കാര്യമാണ് ചെയ്തത്. അതൊരു ആശയവിനിമയത്തിൽ എവിടെയോ ഒരു പ്രശ്നമുണ്ട്. അല്ല വേറെ ഒരു ഷാലുവിന്റെ കാര്യത്തിൽ അങ്ങനത്തെ പ്രോബ്ലം ഒന്നും വരത്തില്ല. ഇത് ഇലക്ടീവ് ഷാലുവിന്റെ കാര്യത്തിൽ ഇപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ധനമന്ത്രിയും MP MLA മാരും എല്ലാവരും വളരെ ജാഗ്രത പുലർത്തുമ്പോൾ ആ ഒരു ഇഷ്യൂ ഒന്നും വരുന്നില്ല. അതായത് പുള്ളിയാണ് മെയിൻ പ്രയോറിറ്റി. ഇതിപ്പോ ആ ഒരു പർട്ടിക്കുലർ കണ്ടീഷന്റെ ഒരു പ്രശ്നമാണ്. അല്ലാതെ അവിടെ ഇപ്പൊ ആശയവിനിമയത്തിന്റെയോ അല്ലെ എന്തെങ്കിലും അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നില്ല കേട്ടോ. അങ്ങനത്തെ നമുക്കില്ല. നമ്മളെ മറ്റുള്ളവര് കാണുന്ന ഷാലിന്റെ കാര്യത്തിൽ അങ്ങനത്തെ ഒരു ഇതില്ല. പിന്നെ
നമ്മളിപ്പം അല്ല ശാലുവിനെ ഇപ്പം വേറെ ഏതെങ്കിലും ഒരു ശരാശരി രോഗിയെ പോലെ കണ്ടതായിട്ടും ഞാൻ കരുതുന്നില്ല. നമ്മുടെ ഇത് എനിവേ നമ്മളിപ്പം സത്യത്തില് ഓർത്തോപെഡിക്സിന്റെ ഉന്നമനത്തെ പറ്റി ചർച്ച ചെയ്യാനും അതിന്റെ കാഷ്വാലിറ്റി വലിയ സൗകര്യം വരുന്നുണ്ട്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2007 ഒറ്റ മുറിയിലായിരുന്നു കാഷ്വാലിറ്റി സംവിധാനം. പോയി ഓപ്പറേഷൻ ചെയ്തത്. അപ്പൊ അതുകൊണ്ട് അത് വേറെ വിഷയം, ചർച്ചയുടെ കാര്യമാണ്. ഞാൻ പറഞ്ഞു വരുന്ന വേറൊരു കാര്യം, നമ്മള് ഉള്ളൊരു കാര്യം, ബോധപൂർവം വരുന്ന ഒരു പ്രവണത ഇല്ല, ആരെയും പറഞ്ഞിട്ടില്ല, അത് വസ്തുനിഷ്ഠം. നമ്മൾ പറയുന്നത് സ്റ്റേറ്റ് ഓഫ് അത് എറണാകുളത്തൊക്കെ കാണുമായിരിക്കും, കോട്ടയത്തുള്ളതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എനിക്ക് തോന്നുന്നത് വസ്തുനിഷ്ഠമാണെന്ന് തോന്നുന്നില്ല. വേറൊരു കാര്യമുള്ളത്, നമ്മളോട് പറയേണ്ടത് ഈ അസ്ഥിരോഗ വിദഗ്ധരുടെ നിലവാരം നോക്കുമ്പോഴത്തേക്ക് സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, അതാണ് ഒരു മാനദണ്ഡം. അതുപോലെ തന്നെ സുഷിരദ്വാര ശസ്ത്രക്രിയ, താക്കോൽ ദ്വാര ശസ്ത്രക്രിയ ചെറിയ രണ്ടാമത്തെ ഒരു ഉന്നത തലമാണ്. മൂന്നാമത്തെ തലം നടുവിന്റെ ശസ്ത്രക്രിയകൾ, കൂനിനുള്ള ഈ 3 ഇതാണ്. എനിക്കൊന്ന് മുരുകൻ ബാബുവും ജിജോയും, ബാബു ആദ്യവും ഈ താക്കോൽ ദ്വാര ശസ്ത്രക്രിയകൾ മെഡിക്കൽ കോളേജിലില്ല, പൂർണ്ണമായ സജ്ജമല്ല. അല്ല, മെഡിക്കൽ കോളേജ് പൂർണ്ണമായിട്ടും പറ്റുന്നില്ല. ഇവർ രണ്ടുപേരും അതിന്റെ വക്താക്കളാണ്. ചെറിയ ഇൻസെഷൻ, അത് ട്രെയിനിങ്ങും സൗകര്യവും സമയവും ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രോമ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഒരു താക്കോൽ ദ്വാര ശസ്ത്രക്രിയയായിട്ട് ഇരിക്കാനുള്ളതില്ല. കാരണം രോഗികളെല്ലാം വെയിറ്റ് ചെയ്യാണ്. അതാണ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത വിഷയം. അപ്പൊ അതിന്റെ ഒരു പോരായ്മയാണ്. അതിനൊത്തിരി ടൈം എടുക്കും. അതായത് ഒരു ആർത്രോസ്കോപ്പി എന്ന് പറയുന്നതിന് വേണ്ടി ഒരു ടേബിൾ കൊടുക്കാൻ വേണ്ടിയുള്ള, ഇപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ, ഇപ്പം ഹൃദയ ശസ്ത്രക്രിയ എഴുതിയ ആളുകളൊക്കെ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. അപ്പൊ അതായത് അനുസരിച്ചില്ലാതെ വരുന്നു, സമരം. പിന്നെ പാവപ്പെട്ട ഞാനവിടെ ഗരാവ് ചെയ്യാനുള്ളതുകൊണ്ട് ആർക്കും നമുക്ക് ഗരാവ് ചെയ്യാം, പറഞ്ഞ മനസ്സിലായി. അപ്പൊ നമുക്ക് ബന്ധമില്ലാത്ത വിഷയമാണെങ്കിലും അപ്പൊ അങ്ങനത്തെ തിയേറ്റർ ടൈം എപ്പോഴും അങ്ങനത്തെ പ്രശ്നം. മൂന്നാമതുള്ളത് കൂനിന്റെ കാര്യത്തിൽ ഇപ്പൊ സ്കോളിയോസിസ് ശസ്ത്രക്രിയ ഞങ്ങൾ ഇതുവരെ ആ ഘട്ടം എത്തിയിട്ടില്ല. ഇപ്പം കോഴിക്കോടും അതുപോലെ തന്നെ കോഴിക്കോടാണ് പ്രധാനമായിട്ടും, എറണാകുളത്ത് ഉള്ള സ്വകാര്യ ആശുപത്രി കെ വേണു എന്നൊക്കെ പറയുന്നത് അത് ഇപ്പോഴും. പക്ഷെ എനിക്കൊന്ന് ബാക്കിയുള്ള എല്ലാം ഒരു സ്റ്റേറ്റ് ഓഫ് ആർട്ട് ലെവൽ കെയർ കൊടുക്കാൻ വേണ്ടി എനിക്കൊന്ന് മധ്യ തിരുവിതാംകൂർ ഒരു ഓർത്തോപെഡിക്സ് നന്നായി ചെയ്യുന്ന ധാരാളം സ്ഥാപനങ്ങളുള്ള ഒരു മേഖലയാണെന്ന് തന്നെ വിശ്വസിക്കുന്നു. അതിന് നല്ല രീതിയിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. നിങ്ങളെല്ലാവരും എല്ലാവിധ സഹായ സഹകരണങ്ങളും. അതെ, ഇപ്പൊ സർക്കാർ അതായത് റെഫറൽ സംവിധാനങ്ങളാണെങ്കിൽ നമ്മളിപ്പം ഇത്ര രോഗിയെ വരുള്ളൂ. ഇപ്പൊ റെഫറൽ സംവിധാനമൊന്നും പരിപൂർണമായിട്ട് നടത്തി വരുന്നില്ല. അപ്പം വരുന്നത് നമുക്കിപ്പം 1500ഓളം പേര് എല്ലാ സമയത്തും ആശുപത്രിയിൽ ഇൻപേഷ്യന്റ് ആണ്. 1500 തൊട്ട് 2000 വരെ ഔട്ട് പേഷ്യന്റ് പേഷ്യൻസ് വരുന്നുണ്ട്. നമുക്കിപ്പം താങ്ങാവുന്നതിനേക്കാളും കൂടുതൽ ഇപ്പം ബെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 58 ബെഡുള്ള ഒരു വാർഡിൽ 200 പേരാണ് വരുന്നത്, അല്ലെങ്കിൽ 150 പേരാണ്. നമുക്ക് രോഗികൾ കൂടുതലാണ്. നമ്മുടെ അവിടെ എല്ലാവർക്കും കൊടുക്കാമെന്നുള്ള, നമ്മൾ പരിപൂർണ്ണമായിട്ട് 24 മണിക്കൂറും 365 ദിവസവും സുസജ്ജമാണ്. പിന്നെ ഒരു കസാര ഉണ്ടെങ്കിൽ ഇപ്പൊ 5 അപ്പം കൊണ്ട് 5000 പേരെ കൊടുക്കാൻ പറ്റില്ല. 5 അപ്പം കൊണ്ട് ഞങ്ങൾ 500 പേർക്ക് കൊടുക്കും. അങ്ങനെയുള്ള എല്ലാ സംവിധാനവും ചെയ്യുന്നുണ്ട്. 5000 പേർക്ക് കൊടുക്കാനുള്ള നീഡാണ് വരുന്നത്. പക്ഷെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം വിശ്വാസ്യതയാണ്. വിശ്വാസ്യതയും കിട്ടും എന്നുള്ളത് കൊണ്ടാണല്ലോ ആളുകൾ വരുന്നത്. പൂർണ്ണമായിട്ടും കൊടുക്കാൻ സാധിക്കുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഇന്നത്തെ തന്നെ നോക്കിയാൽ ഡോക്ടർമാർ കുറവാണ്. 1969 എല്ലാ സ്റ്റാഫും കുറവാണ്. നമ്മൾ പുതിയ ഇൻഫ്രാസ്ട്രക്ചർ വരുമ്പോഴും പരിപൂർണ തലത്തില് ഇപ്പം എല്ലാരെയും കട്ടിലെ തന്നെ കിടത്താനുള്ള അത്രയും രോഗികളല്ല വരുന്നത്. അപ്പം അങ്ങനെ കിടത്താനാണെങ്കിൽ എല്ലാവർക്കും കട്ടിലും പരിപൂർണ്ണ കിട്ടുവാണെങ്കിൽ എത്ര 10,000 കണക്കിന് രോഗികൾ ചിലപ്പം വന്നെന്ന് വരും. ഇപ്പൊ നമുക്കിപ്പോഴും കണക്കിൽ 1110 അനൌദ്യോഗികമായിട്ട് 1500 1450 രോഗികളെയാണ് ഇൻപേഷ്യന്റ് ആയിട്ട് ചികിത്സിക്കുന്നത്. അപ്പൊ വരുന്ന ആളുകൾ കൂടുതലാണ്. അതുകൊണ്ടാണ് എനിക്കൊന്ന് ബോധപൂർവം പറഞ്ഞ പോലെ ഇത്രയും വെയിറ്റിംഗ് ആണെങ്കിൽ ഇപ്പം